സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കാലഭൈരവന്റെ കഥയാണ്. പരമശിവന്റെ അതിഭയങ്കര രൂപമാണ് കാലഭൈരവൻ. ഈ രൂപം ഉടലെടുത്തതിന് പിന്നിൽ ബ്രഹ്മാവിന്റെ അഹങ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഐതിഹ്യമുണ്ട്. ഒരിക്കൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലി ബ്രഹ്മാവിനും വിഷ്ണുവിനുമിടയിൽ തർക്കമുണ്ടായി. ബ്രഹ്മാവ് വിഷ്ണുവിനോട് അഹങ്കാരത്തോടെ പറഞ്ഞു, വിഷ്ണു, നിങ്ങളല്ല, ഞാനാണ് ഏറ്റവും വലിയ ദൈവം. ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എന്റെ ശക്തിയെ അംഗീകരിക്കുക. വിഷ്ണു ശാന്തമായി പറഞ്ഞു, ബ്രഹ്മാവേ, ശാന്തനാകൂ. നാം മൂവരും ഒരേ ശക്തിയുടെ ഭാഗങ്ങളാണ്. അഹങ്കാരം ഉപേക്ഷിക്കണം. ബ്രഹ്മാവ് അഹങ്കാരത്തോടെ ശിവനെ ലക്ഷ്യമിട്ട് പറഞ്ഞു, ഹേയ്, ആ ശിവൻ എവിടെയിരിക്കുന്നു? അവൻ എന്റെ ശിരസിൽ നിന്ന് ജനിച്ച വെറുമൊരു ശക്തിയല്ലേ. എന്റെ മുമ്പിൽ അവൻ ഒരവകാശവുമില്ല. ബ്രഹ്മാവിന്റെ വാക്കുകൾ കേട്ട് സദസ്സ് നിശബ്ദമായി. അവിടെ ഉടൻ തന്നെ ഭയാനകമായൊരു പ്രകമ്പനം അനുഭവപ്പെട്ടു. ബ്രഹ്മാവിന്റെ വാക്കുകൾ കേട്ട് പരമശിവന് അതിയായ കോപം വന്നു. ശിവൻ ക്രോധത്തോടെ പറഞ്ഞു, ഹേ അഹങ്കാരിയായ ബ്രഹ്മാവേ, നിന്റെ അഹന്ത നിന്റെ നാശത്തിന് കാരണമാകും. ശിവന്റെ നെറ്റിത്തടം ജ്വലിച്ചു. അവിടെ ആ നിമിഷം കറുത്ത വർണ്ണമുള്ള ഭയങ്കര രൂപിയായ, കൈകളിൽ ആയുധങ്ങളേന്തിയ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. കാലഭൈരവാ! ശിവൻ ദേഷ്യം കൊണ്ട് അലറി. ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തോടെ, എന്താണ് അങ്ങയുടെ ആജ്ഞ ഈ സൃഷ്ടിയിൽ അങ്ങയെ ചോദ്യം ചെയ്യുന്ന ഏത് ശക്തിയെയും ഞാൻ ഉടൻ തകർക്കും. ഭൈരവ, നീ ഈ ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് ഛേദിക്കുക. അഹങ്കാരമാണ് ആ ശിരസിനെ നിയന്ത്രിക്കുന്നത്. പരമശിവൻ പറഞ്ഞു. ബ്രഹ്മാവ് ഭയത്തോടെ പിൻവാങ്ങിക്കൊണ്ട് പറഞ്ഞു, അയ്യോ വേണ്ട, എന്നോട് ക്ഷമിക്കണം പരമശിവ. വിഷ്ണു ശിവനോട് താഴ്മയായി പറഞ്ഞു, നാഥ, ശാന്തനാകൂ. ഈ ശിക്ഷ അനിവാര്യമാണ് നാരായണ. ബ്രഹ്മാവിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കണം. പരമശിവൻ പറഞ്ഞു. കാലഭൈരവൻ നിമിഷങ്ങൾക്കകം ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് ഛേദിച്ചു. ബ്രഹ്മാവിന്റെ ശിരസ് ഛേദിച്ചതിനാൽ കാലഭൈരവന് ബ്രഹ്മഹത്യ പാപം ബാധിച്ചു. ഛേദിച്ച ശിരസ് ഒരു കപാലമായി അഥവാ തലയോട്ടിയായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു. ബ്രഹ്മാവ് വിറയലോടെ തലയിൽ കൈവച്ച്, എന്റെ ശിരസ്സോ നഷ്ടപ്പെട്ടു പോയല്ലോ. ഞാനിനിമേൽ 4 ശിരസുകളോട് കൂടിയവൻ മാത്രം. ശിവ, എന്നോട് ക്ഷമിക്കണം. വിഷ്ണു ശിവനെ സമീപിച്ച്, മഹേശ്വര, കോപമടങ്ങട്ടെ. ബ്രഹ്മാവ് ചെയ്ത തെറ്റിന് ശിക്ഷ നൽകി. പക്ഷേ ഇദ്ദേഹം ബ്രാഹ്മണനും സൃഷ്ടാവുമല്ലേ. ഈ പ്രവൃത്തി കാരണം കാലഭൈരവന് എന്തു സംഭവിക്കും? ശിവൻ ശാന്തമായി എന്നാൽ ഗൗരവത്തോടെ, നാരായണ, ഈ ലോകനിയമങ്ങൾ നാം പാലിക്കണം. ഭൈരവന്റെ കൈകളിൽ ഒട്ടിപ്പിടിച്ച ഈ ശിരസ് ബ്രഹ്മഹത്യ പാപമാണ്. ശിവൻ കാലഭൈരവനോട് പറഞ്ഞു, കാലഭൈരവ, ഭയപ്പെടേണ്ട. നീ ചെയ്തത് ധർമ്മം സ്ഥാപിക്കാനാണ്. എങ്കിലും ലോകത്തിന് ഒരു മാതൃകയാകണം. നീ ഈ കപാലം ഏന്തി ലോകം ചുറ്റി സഞ്ചരിക്കുക. നീ പല ലോകങ്ങളിലും സഞ്ചരിക്കുക. അവസാനം ഈ ശിരസ് നിന്റെ കൈകളിൽ നിന്ന് എവിടെയാണോ താഴെ വീഴുന്നത്, അതാണ് നിന്റെ മോക്ഷസ്ഥാനം. അങ്ങനെ ബ്രഹ്മാവിന്റെ അഹങ്കാരം നീക്കിയ കാലഭൈരവൻ കപാലവും കൊണ്ട് ബ്രഹ്മഹത്യാപാപം പിന്തുടരുമ്പോൾ മോക്ഷം തേടി യാത്ര തുടങ്ങി. കാലഭൈരവൻ ലോകമെമ്പാടും സഞ്ചരിച്ചു. അവിടെ അദ്ദേഹം കാശീപുരിയിലെത്തിച്ചേർന്നു. കാശിയിലെത്തിയതും അദ്ദേഹത്തിന്റെ കൈയിലൊട്ടിപ്പിടിച്ചിരുന്ന കപാലം താഴെ വീണുപോയി. കാലഭൈരവൻ സന്തോഷത്തോടെ, ഹാ, ഒടുവിൽ എനിക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. കാശീപുരി, ഈ പുണ്യസ്ഥലമാണ് എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞത്. ശിവൻ തന്റെ ശാന്തമായ രൂപത്തിൽ വന്നു. ഭൈരവ, നീ ഇനി ഈ പുണ്യനഗരമായ കാശിയുടെ രക്ഷകനും ക്ഷേത്രപാലകനും നീയാണ്.
കാശിയിൽ വരുന്നവർ ആദ്യം നിന്ന് വണങ്ങട്ടെ. കാലഭൈരവൻ: അങ്ങനെയാകട്ടെ നാഥ, ഞാൻ ഈ പുരിയെ കാത്തുരക്ഷിക്കും. ഒരിക്കൽ രാവണന്റെ വധത്തിനു ശേഷം ശ്രീരാമന് ബ്രഹ്മഹത്യപാപം ലഭിച്ചു. ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, രാവണനെ വധിച്ച പാപം തീർക്കുവാനായി രാമേശ്വരത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് സ്വയംഭൂലിംഗം അഥവാ സ്വയംഭൂവായി ഉണ്ടായത് ആയിരിക്കണം. ഹനുമാൻ അത്യധികം വിനയത്തോടെ പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ ശിരസാവഹിച്ച് ഈ ദാസൻ ഉടൻ തന്നെ ലിംഗം കൊണ്ടുവരാൻ പ്രഭോ. എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? രാമൻ: കാശിയിലേക്ക് പോകുക. പുണ്യനഗരമായ കാശിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വയംഭൂലിംഗം നീ കണ്ടെത്തും. ശുഭമുഹൂർത്തത്തിനു മുൻപ് തിരിച്ചെത്തണം. കാലതാമസം വരുത്തരുത്. ഹനുമാൻ: പ്രഭു, ഞാൻ ഉടൻ മടങ്ങിവരും. ആകാശത്തേക്ക് പറന്നുയരുന്നു. കാശിയിലെ ഒരു പുണ്യസ്ഥലം, നിരവധി ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച ശാന്തമായ ഒരു സ്ഥലം. ഹനുമാൻ ആശയക്കുഴപ്പത്തോടെ നിൽക്കുന്നു. ഹനുമാൻ കണ്ണുകളടച്ച് കൈകൂപ്പി ധ്യാനിച്ചിരിക്കുന്നു. ചുറ്റും വിവിധ വലിപ്പത്തിലുള്ള നിരവധി ശിവലിംഗങ്ങൾ കാണാം. ഹനുമാൻ സ്വയം പറഞ്ഞു, രാമപ്രഭുവിന്റെ പൂജയ്ക്ക് വേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വയംഭൂലിംഗമാണ്. ഈ കാശിയിൽ അനേകം ലിംഗങ്ങളുണ്ടല്ലോ. ഏതാണാ ലിംഗമെന്ന് ഞാൻ എങ്ങനെ അറിയും? എന്റെ ദൗത്യം സമയത്തിനു മുൻപ് പൂർത്തിയാക്കണമല്ലോ. ഹനുമാൻ വിഷമിച്ചിരിക്കുമ്പോൾ ആകാശത്ത് വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ പ്രത്യക്ഷപ്പെടുന്നു. ഗരുഡൻ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ട് ആ പ്രദേശം വലം വയ്ക്കുന്നു. ഗരുഡൻ ഉച്ചത്തിൽ ഹനുമാനാട് പറഞ്ഞു, ആഞ്ജനേയ, എന്റെ ദിവ്യദൃഷ്ടിയിൽ ആ ലിംഗം വ്യക്തമാണ്. നിങ്ങൾ ധ്യാനത്തിൽ നിന്നുണരുക. ഹനുമാൻ കണ്ണു തുറന്ന് ഗരുഡനെ നോക്കുന്നു. ഗരുഡാ, അങ്ങന്റെ രക്ഷയ്ക്കെത്തിയല്ലോ. അങ്ങെനിക്കായൊരു സൂചന നൽകിയാലും. ഗരുഡൻ ഒരു പ്രത്യേക ലിംഗത്തെ ചൂണ്ടിപ്പറന്നുകൊണ്ട്, അതാ ആ 3 വൃക്ഷങ്ങൾക്കടിയിലുള്ള സ്വയമേവ മണ്ണിന്റെ മുകളിൽ ഉയർന്നുവന്ന ആ അത്യുപൂർവ ലിംഗം കണ്ടില്ലേ? അതാണ് നിങ്ങൾ രാമനു വേണ്ടി തിരയുന്ന സ്വയംഭൂലിംഗം. ഹനുമാൻ ആ ലിംഗത്തിനടുത്തേക്ക് നീങ്ങുന്നു. ഹനുമാൻ ലിംഗത്തെ തൊഴാൻ തുടങ്ങുന്നു. ഈ സമയം ലിംഗത്തിനടുത്തുള്ള ഭിത്തിയിലിരുന്ന ഒരു പല്ലി പെട്ടെന്നൊരു പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു. പലപ്പോഴും ശുഭസൂചനയായി കണക്കാക്കുന്ന ശബ്ദം. ഹനുമാൻ ആശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ പല്ലിയെ, നീയും ഈ ലിംഗം ശുഭമാണെന്ന് എനിക്ക് ഉറപ്പു നൽകുകയാണല്ലേ. ഈ ശുഭസൂചന കേട്ട് ഞാൻ സംതൃപ്തനായി. ഹനുമാൻ ലിംഗമെടുക്കുന്നു. ഒരു തുണിയിൽ പൊതിഞ്ഞു തോളിലേറ്റുന്നു. ഹനുമാൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ഗരുഡാ, ഞാൻ ഉടൻ രാമേശ്വരത്തേക്ക് പോകുന്നു. കാശിയിലെ ദേവന്മാർക്കും ഭൂമിക്കും നന്ദി. ശ്രേഷ്ഠമായ സ്വയംഭൂലിംഗം കൈകളിൽ പിടിച്ച് ഹനുമാൻ അതിവേഗം അതിർത്തിയിലേക്ക് നടന്നു നീങ്ങുന്നു. ലിംഗം ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഒരു വലിയ ഇടിമുഴക്കം കേൾക്കുന്നു. ഹനുമാന്റെ മുന്നിൽ ഭീകരരൂപത്തിൽ കാലഭൈരവൻ പ്രത്യക്ഷപ്പെടുന്നു. കാലഭൈരവൻ ഉച്ചത്തിൽ ഗാംഭീര്യത്തോടെ അലറി, നിൽക്കൂ വാനരൻ, കാശിയുടെ അതിർത്തി കടന്നുപോകാൻ നിങ്ങൾക്കനുവാദമില്ല. ഹനുമാൻ ആദരവോടെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഓ കാശിയുടെ കാവൽക്കാരാ, ഞാൻ വായുപുത്രനായ ഹനുമാൻ. സാക്ഷാൽ ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ചാണ് ഞാനീ ശിവലിംഗം രാമേശ്വരത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ ദൗത്യം സമയബന്ധിതമായി പൂർത്തിയാക്കണം. എന്നെ തടയരുത്. കാലഭൈരവൻ ചിരിച്ചു. ഹ, ആരു പറഞ്ഞാലും എനിക്കൊരു നിയമമേയുള്ളൂ. ഞാൻ ക്ഷത്രപാലകനാണ്. എന്റെ അനുമതിയില്ലാതെ ഒരു കല്ലുപോലും കാശി വിട്ടു പുറത്തുപോകില്ല. രാമനായാലും എന്റെ അംശമായ പരമശിവനായാലും നിയമം നിയമമാണ്. എന്റെ പ്രഭുവിന്റെ ദൗത്യത്തെ തടസ്സപ്പെടുത്താൻ ഒരു നിയമത്തിനും കഴിയില്ല. എന്റെ ലക്ഷ്യം മഹത്തരമാണ്. നിങ്ങൾ വഴിമാറുക, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിക്കേണ്ടിവരും. ഹനുമാൻ ദേഷ്യത്തിൽ പറഞ്ഞു. കാലഭൈരവൻ രൗദ്രഭാവത്തോടെ, ബലം പ്രയോഗിക്കുകയോ? ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ കാലഭൈരവനാണ്. എന്റെ മുന്നിൽ ഭയമില്ലാത്തവരായ ആരുമില്ല. വരൂ, നിങ്ങളുടെ ശക്തി ഞാൻ കാണട്ടെ.
ഹനുമാൻ ലിംഗം സുരക്ഷിതമായി താഴെ വയ്ക്കുന്നു. ഇരുവരും യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു. ഘോരമായ യുദ്ധം. ഹനുമാന്റെ ഗദയും കാലഭൈരവന്റെ ത്രിശൂലവും പരസ്പരം കൂട്ടിമുട്ടുന്നു. യുദ്ധം രൂക്ഷമാകുന്നു. ആർക്കും ആരെയും തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. രണ്ടുപേരും തുല്യശക്തിയോടെ പോരാടുന്നു. യുദ്ധം തുടരുന്നതിനിടയിൽ ആകാശത്തുനിന്ന് ദേവന്മാരും ഋഷിമാരും പ്രത്യക്ഷപ്പെടുന്നു. ബ്രഹ്മാവ് ശാന്തസ്വരത്തിൽ പറഞ്ഞു, ഭൈരവ, ഹനുമാന, നിങ്ങളിരുവരും ശാന്തരാകുക. ഈ പോരാട്ടം ഒന്നിനും പരിഹാരമാവില്ല. വിഷ്ണു പറഞ്ഞു, ഭൈരവ, അങ്ങ് ശിവന്റെ ഉഗ്രരൂപമാണ്. ഹനുമാൻ രാമന്റെ ദാസനുമാണ്. രാമൻ ഈ ലിംഗം കൊണ്ടുപോകുന്നത് ലോകനന്മയ്ക്കു വേണ്ടിയാണ്. അങ്ങയുടെ നിയമം സത്യമാണ്. എന്നാൽ ഈ സമയം നിയമത്തേക്കാൾ വലുത് ധർമ്മമാണ്. കാലഭൈരവൻ ദേഷ്യമടക്കിക്കൊണ്ടു പറഞ്ഞു, എന്റെ നിയമം ലംഘിക്കപ്പെടുന്നു. നിയമം ലംഘിച്ചാൽ ഞാൻ ശിക്ഷ നൽകിയിരിക്കും. ദേവന്മാരെ, നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇവനെ ഞാൻ പോകാൻ അനുവദിക്കാം. എന്നാൽ എന്റെ നിയമത്തെ ലംഘിക്കാൻ സഹായിച്ചവർക്ക് ശിക്ഷ ലഭിക്കണം. ഹനുമാൻ, ആർക്കാണ് ശിക്ഷ ലഭിക്കേണ്ടത് ഭൈരവ? ലിംഗം കണ്ടെത്താൻ നിന്നെ സഹായിച്ച ഗരുഡനും പല്ലിക്കും. എന്റെ നഗരത്തെ ബഹുമാനിക്കാത്തവർക്ക് ഇവിടെ സ്ഥാനമില്ല. കാലഭൈരവൻ ഉച്ചത്തിൽ പറഞ്ഞു. കാലഭൈരവൻ ആകാശത്തേക്കു നോക്കി ശബ്ദമുയർത്തി, ഗരുഡാ, നീ ദിവ്യദൃഷ്ടിയുപയോഗിച്ച് കാശിക്കു വേണ്ടിയുള്ള ലിംഗം പുറത്തു കൊണ്ടുപോകാൻ ഹനുമാനെ സഹായിച്ചു. എന്റെ നിയമത്തെ നിന്റെ ചിറകുകൾ കൊണ്ട് നീ ധിക്കരിച്ചു. ഗരുഡൻ പറഞ്ഞു, ക്ഷമിക്കണം പ്രഭു, ഞാൻ രാമകാര്യം. കാലഭൈരവൻ ശബ്ദം തടഞ്ഞുകൊണ്ട്, ഇന്നു മുതൽ എന്റെ അധികാരപരിധിയായ കാശിയുടെ 45 മൈൽ പരിധിക്കുള്ളിൽ നിനക്ക് പ്രവേശനമില്ല. നിന്റെ ചിറകുകൾ ഇവിടെ ചലിക്കില്ല. ഇതാണ് നിനക്കുള്ള ശിക്ഷ. കാലഭൈരവൻ നിലത്തേക്ക് നോക്കി, പല്ലിയെ, നീ നിസ്സാരമായ ഒരു ജീവിയാണെങ്കിലും നിന്റെ ശുഭശബ്ദം നൽകി നീ ഈ നിയമലംഘനത്തിനു കൂട്ടുനിന്നു. ഇന്നു മുതൽ കാശിയിൽ ഒരു പല്ലിയും ശബ്ദമുണ്ടാക്കുകയില്ല. നീ നിശ്ശബ്ദയായി എന്റെ നിയമത്തെ ഭയന്ന് ഈ നഗരത്തിൽ കഴിഞ്ഞോളൂ. ഇതാണ് നിനക്കുള്ള ശിക്ഷ. ഹനുമാൻ സങ്കടത്തോടെ, ഭൈരവ, ഒരു നിസ്സാര ദൗത്യത്തിനായി ഈ നിരപരാധികൾക്ക് ശിക്ഷ നൽകേണ്ടിയിരുന്നോ? കാലഭൈരവൻ, ഹനുമാൻ, ഈ നിയമം ലംഘിക്കാൻ നിന്നെ സഹായിച്ചവരെ ശിക്ഷിച്ചേ മതിയാവൂ. എന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. ഇനി നിങ്ങൾ പോകുക. എന്റെ ശിക്ഷ കാശിയിൽ എന്നും നിലനിൽക്കും. ഹനുമാൻ സങ്കടത്തോടെ ശിവലിംഗവുമായി രാമേശ്വരത്തേക്ക് യാത്രയാവുന്നു. അവിടെ എത്താൻ വൈകി. കാലഭൈരവന്റെ ഈ കർശനമായ നിയമം കാരണം ഹനുമാൻ രാമേശ്വരത്തെത്തിച്ചേരാൻ വൈകിപ്പോയി. ലിംഗത്തിനായി കാത്തിരുന്ന് ശ്രീരാമൻ ശുഭമുഹൂർത്തം തെറ്റാതിരിക്കാൻ കടൽ തീരത്തെ മണലുപയോഗിച്ച് സ്വന്തമായി ഒരു ശിവലിംഗമുണ്ടാക്കി പ്രതിഷ്ഠിച്ചു. ഇതാണ് ഇന്ന് രാമേശ്വരത്ത് ആരാധിക്കപ്പെടുന്ന രാമനാഥസ്വാമി ലിംഗം. അല്പം വൈകിയാണെങ്കിലും കാശിയിൽ നിന്ന് ദിവ്യലിംഗവുമായി ഹനുമാൻ എത്തിയപ്പോൾ താൻ വൈകിയതിൽ ഹനുമാൻ അതീവ ദുഃഖിതനായി. ഹനുമാനെ സമാധാനിപ്പിക്കാനായി ശ്രീരാമൻ ഹനുമാന്റെ സ്നേഹത്തിന് ആദരവ് നൽകാനായി തന്റെ പ്രതിഷ്ഠയായ രാമനാഥസ്വാമി ലിംഗത്തിൽ പൂജ ചെയ്യുന്നതിനു മുൻപ് വിശ്വലിംഗത്തിൽ, അതായത് ഹനുമാൻ കൊണ്ടുവന്ന ലിംഗത്തിൽ ആദ്യം പൂജ ചെയ്യണമെന്നൊരു നിബന്ധന വെച്ചു. അങ്ങനെ കാലഭൈരവന്റെ കർശനമായ നിയമം മൂലം രാമേശ്വരത്തിന്ന് ഭക്തർക്ക് 2 പ്രധാനപ്പെട്ട ശിവലിംഗങ്ങളെ ആരാധിക്കാൻ ഭാഗ്യം ലഭിക്കുന്നു: രാമനാഥസ്വാമി ലിംഗവും വിശ്വലിംഗവും. അങ്ങനെ കാലഭൈരവൻ തന്റെ കർത്തവ്യം പൂർണ്ണമായി നിർവഹിച്ചു. രാമന്റെ ദൗത്യത്തെപ്പോലും വൈകിക്കാൻ മാത്രം ശക്തമായിരുന്നു കാശിയുടെ നിയമം. കാശിയുടെ ഓരോ കല്ലും കാലഭൈരവന്റെ നിയമത്തിന് കീഴിലാണ്. അഹങ്കാരത്തെ ഇല്ലാതാക്കി കാലത്തെ നിയന്ത്രിക്കുന്ന കാശിയുടെ കാവൽക്കാരനായി കാലഭൈരവൻ ഇന്നും അവിടെ നിലകൊള്ളുന്നു.
കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരമാണിന്ന് വാരാണസി അഥവാ ബനാറസ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഗംഗാനദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഈ പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ച് മരണം വരിക്കുന്നവർക്ക് ശിവൻ താരകമന്ത്രം ഉപദേശിക്കുകയും അതുവഴി അവർക്ക് മോക്ഷം അഥവാ പുനർജന്മമില്ലായ്മ ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ശിവന്റെ ത്രിശൂലത്തിലാണ് കാശി കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാശി വിശ്വനാഥൻ ക്ഷേത്രം. മഹാദേവൻ ഇവിടെ വിശ്വനാഥൻ അഥവാ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന പേരിലാണ് ആരാധിക്കപ്പെടുന്നത്. ഈ കാശി നഗരത്തിനെയാണ് കാലഭൈരവൻ സംരക്ഷിക്കുന്നത്. കൂടാതെ പിന്നീട് സതീദേവിയുടെ ശക്തിപീഠങ്ങളുടെ കാവൽക്കാരനായിട്ടും നിയോഗിച്ചു. സതീദേവി ദക്ഷന്റെ മകളും ശിവന്റെ ആദ്യ പത്നിയുമായിരുന്നു. ദക്ഷൻ നടത്തിയ യാഗത്തിൽ വെച്ച് അപമാനം സഹിക്കവയ്യാതെ സതീദേവി സ്വയം ഹോമാഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു. ദുഃഖിതനും കോപാകുലനുമായ ശിവൻ സതിയുടെ ശരീരമെടുത്ത് താണ്ഡവനൃത്തമാടി ലോകം മുഴുവൻ സഞ്ചരിച്ചു. ശിവനെ ശാന്തനാക്കാൻ വിഷ്ണു ഭഗവാൻ തന്റെ സുദർശനചക്രം ഉപയോഗിച്ച് സതീദേവിയുടെ ശരീരം 51 കഷ്ണങ്ങളാക്കി. പല വ്യാഖ്യാനങ്ങളിൽ 108 കഷ്ണങ്ങളായി ഭൂമിയിൽ പലയിടങ്ങളിലായി വീഴ്ത്തി. ഈ ഭാഗങ്ങൾ വീണ സ്ഥലങ്ങളാണ് പിന്നീട് ശക്തിപീഠങ്ങളായി അറിയപ്പെട്ടത്. ഓരോ ശക്തിപീഠത്തിലും ദേവിക്ക് ഒരു പേരുള്ളതുപോലെ അവിടെ കുടികൊള്ളുന്ന ഭൈരവനും ഒരു പ്രത്യേക പേരുണ്ടാകും. ആ പീഠത്തിന്റെ സംരക്ഷകനായി ശിവന്റെ ഭൈരവരൂപത്തെ കാലഭൈരവന്റെ വിവിധ രൂപങ്ങൾ നിയമിച്ചു. ഓരോ ശക്തിപീഠത്തിലും ദേവിക്കൊരു പേരുള്ളതുപോലെ അവിടെ കുടികൊള്ളുന്ന ഭൈരവനും ഒരു പ്രത്യേക പേരുണ്ടാവും. ഒരിക്കൽ കൈലാസത്തിൽ കേറി പാർവതീദേവിയെ സ്വന്തമാക്കാൻ നോക്കിയ അന്ധകാസുരനെ വധിച്ചതും കാലഭൈരവനാണ്. ഒരിക്കൽ ശിവന്റെ വിയർപ്പിൽ നിന്ന് അന്ധകാസുരൻ എന്ന ശക്തനായ അസുരൻ ജനിച്ചു. ഈ അസുരൻ തന്റെ ശക്തിയിൽ അഹങ്കരിച്ച് സ്വർഗവും ഭൂമിയും അടക്കി ഭരിച്ചു. ഒടുവിൽ കൈലാസത്തിൽ പ്രവേശിച്ച് പാർവതീദേവിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. ഈ സന്ദർഭത്തിൽ ശിവൻ അന്ധകാസുരനോട് യുദ്ധം ചെയ്യുകയും ഈ യുദ്ധത്തിൽ ശിവനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഭൈരവരൂപങ്ങൾ അവതരിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അന്ധകാസുരനെ വധിക്കുന്നതിൽ ഭൈരവന്മാർ പ്രധാന പങ്കുവഹിച്ചു. ഇതിൽ രക്തബീജനെപ്പോലെ രക്തത്തിൽ നിന്ന് അസുരന്മാരുണ്ടാകുന്നതിനെ തടയാൻ ഭൈരവന്മാർ സഹായിച്ചു. അഹങ്കാരത്തെ ഇല്ലാതാക്കി കാലത്തെ നിയന്ത്രിക്കുന്ന കാശിയുടെ കാവൽക്കാരനായി കാലഭൈരവൻ ഇന്നും ഇവിടെയെല്ലാം നിലകൊള്ളുന്നു. സാക്ഷാൽ പരമശിവന്റെ രൂപമായ കാലഭൈരവന്റെ കഥ ഇഷ്ടമായെങ്കിൽ കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. ഏതെങ്കിലും ഐതിഹ്യം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓം നമഃ ശിവായ.